ഗോവിന്ദ. നമോ നമഃ ക്ലേശവിനാശനായ നിരൂപിതോദാരഗുണാഹ്വയായ മനോവചോ വേഗ പുരോജവായ സർവാക്ഷമാർഗൈഃ അഗതധ്വനേ നമഃ. ചതുർത്ഥസ്കന്ധത്തിൽ പുരഞ്ജനോപാഖ്യാനം മുതലായ കഥകളൊക്കെ കഴിഞ്ഞ് പ്രചേതസ്സുകൾ ഭഗവാനെ സ്തുതിക്കുന്നതും രുദ്രഗീതം മുതലായിട്ടുള്ളതൊക്കെ വരുന്നു. വളരെ ഗംഭീരമായ ശ്ലോകങ്ങൾ ഭാഗവതത്തിലുടനീളം നിറഞ്ഞിരിക്കുന്നു. ചതുർത്ഥസ്കന്ധ അവസാനിക്കുമ്പോൾ നാരദ മഹർഷി പറഞ്ഞു, തജ്ജന്മ താനി കർമാണി തദായുഹു തന്മനോവച നൃണാം ഏനേഹ വിശ്വാത്മാ സേവ്യതേ ഹരിഹി ഈശ്വര. അതാണ് ജനിച്ചതിൻ്റെ പ്രയോജനം. ഭഗവാനെ സേവിക്കാൻ കഴിയുക, ഭഗവത് ഭക്തി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ജനിച്ചു എന്നർത്ഥം. ജാതാഹ തേ ഏവ ഏ സാധുജീവിതാഹ. കുറേ വർഷങ്ങൾ ജീവിച്ചു, അപ്പോഴും എന്താ ഭഗവത് ആരാധന ഇല്ലെങ്കിൽ അത് വേസ്റ്റാണ്. തദായുഹു. മനസ്സ് പ്രവർത്തിക്കുന്നു, മനസ്സ് നിരന്തരം ഭഗവത് സ്മരണം ഭഗവത് ധ്യാനം ചെയ്യുകയാണെങ്കിൽ ഒരു ദോഷമില്ല. എല്ലാ മംഗളത്തിൻ്റെയും പരാകാഷ്ഠ എന്ന് പറയണത് ഈ ഭഗവത് ധ്യാനമാണ്. ശ്രേയസാമപി സർവേഷാം ആത്മാഹി അവധി. അവധി എന്ന് വെച്ചാൽ എൻഡ്, ബോർഡർ. ഇനി അപ്പുറം പോകാനില്ല. സാ കാഷ്ഠ സാ പരാഗതി എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അത് കാഷ്ഠ, എൻഡാണ്. എന്താണ്? സർവേഷാം അപ്പി ശ്രേയസാം, ശ്രേയസാമപി സർവേഷാം. എല്ലാറ്റിനും ഇത് നേടി അത് നേടി എല്ലാറ്റിനും മേലെ എന്താ? ആത്മാഹി അവധി. ആത്മജ്ഞാനമാണ് അതിൻ്റെ എൻഡ്. സർവേഷാമപി ഭൂതാനാം ഹരിഹി ആത്മാ ആത്മതഃ പ്രിയ. എല്ലാവർക്കും ഹരി സർവഭൂതേഷു ആത്മരൂപേണ അവസ്ഥിത. എല്ലാവരിലും ആത്മസ്വരൂപമായി ഹരി പ്രകാശിക്കുന്നു. ഒരു മരത്തിൻ്റെ വേരിൽ വെള്ളമൊഴിച്ചാൽ ശാഖകളും ഇലകളും ഒക്കെ കിളിർക്കുന്ന പോലെ ഈ അന്തര്യാമിയെ അറിഞ്ഞു കഴിയുമ്പോൾ, അന്തരാത്മാവിനെ ആരാധിച്ചു കഴിയുമ്പോൾ സകലതും ആരാധിക്കപ്പെട്ടു. യഥാ തരോഹോ മൂലനിഷേചനേന തൃപ്യന്തി തത്സ്കന്ധ ഭുജോപശാഖ. അതുപോലെയാണ് ഭഗവാനെ ആരാധിക്കുന്നത്, എല്ലാത്തിനെയും ആരാധിച്ചതായിട്ട് തീർന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ ചതുർത്ഥസ്കന്ധത്തിൽ പല ദിവ്യ സ്തുതികളുമുണ്ട്. അത് കഴിഞ്ഞ് പഞ്ചമസ്കന്ധം ആരംഭം ഒക്കെ ഗദ്യമാണ്. നിങ്ങളൊക്കെ കേട്ടു വിസ്താരമായിട്ട്. പദ്യത്തിനേക്കാളും ബുദ്ധിമുട്ട് ഗദ്യമാണ്. പഞ്ചമസ്കന്ധത്തിൽ വരുമ്പോൾ രാജാവ് ശുകബ്രഹ്മ മഹർഷിയോട് ചോദിക്കുകയാണ്. പ്രിയവ്രതൻ്റെ കഥ, ഉത്താനപാദൻ്റെ കഥ പറഞ്ഞു. ഇപ്പോൾ പ്രിയവ്രതൻ, അവരുടെ സഹോദരന്മാരാണ്. പ്രിയവ്രതൻ്റെ കഥ ചോദിക്കുകയാണ്. നല്ല പേര്, കുട്ടികൾക്കൊക്കെ പേര് വയ്ക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വയ്ക്കണം. പ്രിയമായിട്ടിരിക്കുക എന്നുള്ളത് തന്നെ വ്രതം, ഭക്തിയാണ് വ്രതം. ഏവം വ്രതഃ സ്വപ്രിയനാമ കീർത്തിയ. പ്രിയമായിട്ടിരിക്കുന്നത് ഒരു റെസൊല്യൂഷൻ. അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തു.
എൻ്റെ ജീവിതം ഇനി ഇതിനു വേണ്ടിയിട്ടാണെന്ന് തീരുമാനിച്ചു. നാരദ മഹർഷി നാരദൻ്റെ കൂടെ ആരൊക്കെ ചേർന്നുവോ അവരൊക്കെ വിരക്തരും ഭഗവത് ഭക്തരുമായിട്ട് തീരുന്നു. അതാണിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ കേട്ടത്. ദക്ഷൻ ശപിച്ചു, നീ അപകടം പിടിച്ച ആളാണ്, പോകുന്നിടത്തൊക്കെ ഭിക്ഷോർ മാഗഃ പ്രദർശിത. കുട്ടികളെയൊക്കെ ഈ ഭിക്ഷുമാർഗത്തിൽ അവർ ത്രൈവർഗിക ഗൃഹസ്ഥ സുഖങ്ങളൊന്നും അനുഭവിക്കാതെ കർമ്മത്തിൻ്റെ രഹസ്യമൊന്നും അറിയാതെ അവർ നേരിട്ട് അങ്ങോട്ട് സന്യാസികളായ നാട് മുച്ചൂടും നശിച്ചു പോവും. നീ ഭിക്ഷുമാർഗമൊക്കെ പ്രദർശിപ്പിക്കുകയാണ്, നീ ഒരിടത്തിരുന്ന അപകടമാണെന്ന് പറഞ്ഞ് ശപിച്ചു. യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പോകുന്നിടത്തൊക്കെ അപകടമായി. ലോകേ ചരതി സൂര്യവത്ത് എന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ പ്രിയവ്രതൻ തീരുമാനിച്ചു, അവ്യവധാന സമാധിയോഗേന സമാവേശിത സകല കാരക ക്രിയാകലാപ. ഞാൻ കർത്താവാണ്, എനിക്ക് ഇന്ന കർമ്മം ചെയ്യാനുണ്ട്, ഞാൻ ഇന്ന ഫലം അനുഭവിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ഈ ജീവഭാവത്തിനെ സമാധിയോഗം കൊണ്ട് ഉപശമിപ്പിച്ച് ഇനി ഈ ജന്മത്തിൽ ഞാൻ ഈ ബന്ധത്തിലൊന്നും പെടില്ല എന്ന് തീരുമാനിച്ച് പ്രിയവ്രതൻ ഇരിക്കുമ്പോൾ ഭഗവാൻ പ്രിയവ്രതൻ്റെ മുമ്പിൽ വന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു കർമ്മം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല. അജ്ഞാനം നീക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ കർത്താവാണ് ഭോക്താവാണെന്നുള്ള ഭ്രമം നീക്കിക്കളയാം. അതാണ് വാസ്തവത്തിൽ അകർമ്മസ്ഥിതി. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, കർമ്മം അറിയണം, വികർമ്മം അറിയണം, അകർമ്മം അറിയണം. അകർമ്മം എന്താണെന്ന് വെച്ചാൽ ഞാൻ കർത്താവാണ് ഭോക്താവാണ് എന്ന് വിചാരിക്കുന്ന ഈ അഹന്ത ഉണ്ടല്ലോ, ഈ ജീവഭാവം, അതിൻ്റെ സ്വരൂപം എന്താണെന്ന് ആരാഞ്ഞു നോക്കുമ്പോൾ ഞാൻ കർത്താവല്ല, ഞാൻ ഭോക്താവല്ല. വിഷമിക്കുന്നത് കർമ്മം കൊണ്ടല്ല, കർത്തൃത്വം കൊണ്ടാണ്. അഹം കർത്തേതി അഹം മാന മഹാകൃഷ്ണാഹി ദംശിത. ഒരു വലിയ വിഷപ്പാമ്പ് കടിച്ചു എന്നാണ് അജ്ഞാനം. എന്താണ് അജ്ഞാനത്തിൻ്റെ രൂപം? അഹം കർത്തേതി അഹം മാനഃ. ഞാനാണ് കർത്താവ്, ഞാനാണ് ഭോക്താവ്. മഹാകൃഷ്ണാഹി ദംശിത. ഇതിന് മരുന്ന് വേണം, ആൻറ്റിഡോട്ട്. നാഹം കർത്തേതി വിശ്വാസ അമൃതം പീത്വാ സുഖീഭവ. ഞാൻ കർത്താവല്ല എന്നുള്ള വിശ്വാസം, ഗുരുമുഖത്ത് നിന്ന് തത്വം അറിഞ്ഞു കഴിയുമ്പോൾ ആ വിശ്വാസം വരും. വാസ്തവമായി കർത്താവ് ആരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞ് ജ്ഞാനം വരുമ്പോഴേ ആ വിശ്വാസം വരുള്ളൂ. അതാണ് അമൃതം പീത്വാ സുഖീഭവ, സുഖമായിട്ട് തീരും. അപ്പോൾ കർമ്മത്തിൽ സ്വാതന്ത്ര്യമില്ല. ഈ ശരീരം എടുത്ത് വരുമ്പോൾ തന്നെ ഇന്നന്ന ശരീരത്തിന് ഇന്നത് ചെയ്യണമെന്ന് പ്രാരബ്ധമുണ്ടല്ലോ, അത് മാറി കളിക്കാൻ പറ്റില്ല. അതാണ് അർജുനനോട് ഭഗവാൻ പറഞ്ഞത്. സ്വധർമ്മം ചെയ്തിട്ട് നീ മരിച്ചു പോയാലും വേണ്ടില്ല എന്നാണ്. പരധർമ്മോ ഭയാവഹ. എന്താണെന്ന് വെച്ചാൽ ചെയ്യാനും ഒക്കില്ല, വെറുതെ ഉള്ളിൽ വികല്പമുണ്ടാവും. അതുകൊണ്ട് കർമ്മത്തിൽ സ്വാതന്ത്ര്യമില്ല. ചെയ്യാനോ കർത്തും അകർത്തും അന്യഥാവാ കർത്തും വാസ്തവത്തിൽ ശക്തിയില്ല. നമ്മൾ ഈശ്വരൻ്റെ കയ്യിൽ കളിപ്പാട്ടങ്ങളെ പോലെയാണെന്നാണ്. പക്ഷേ ഞാൻ കളിപ്പാട്ടമാണെന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭഗവാന്റെ കയ്യിൽ കൂത്ത് കളിക്കുന്ന പാവയാണെന്ന് അറിഞ്ഞാൽ സ്വതന്ത്രനായി. ഇതാണ് മറ്റൊരു വശം. ജ്ഞാനത്തിന് തന്നെ ഭക്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈശസ്സിഹി വശയലോക യോഷാ ദാരുമയി യഥ. ഭഗവാന്റെ കയ്യിൽ ഈ പാവക്കൂത്ത് കളിക്കുന്ന പോലെയാണ്. ഭഗവാൻ കളിപ്പിക്കണം, ഞാൻ കളിക്കണം, ഞാൻ കർത്താവ് ഭോക്താവ്, ഫ്രീ ആവും, സ്വതന്ത്രം. അല്ലാതെ കർമ്മത്തിനെ മാറ്റാനും മറിക്കാനും ഇന്ന കർമ്മം വിട്ട് ഞാൻ വേറെ ഒരു കർമ്മം എടുക്കും, ഇങ്ങനെയൊക്കെ ഭ്രമിക്കാം എന്നല്ലാതെ നടക്കില്ല. ഇതാണ് ഭഗവാൻ പ്രിയവ്രതൻ്റെ അടുത്ത് വന്ന് പറയണത്. കുട്ടി, ഞാൻ പറയണതൊന്ന് ശരിക്കും കേൾക്കൂ. നിബോധ ഹേ താത. പ്രിയം വരുമ്പോഴാണ് വിളിക്കുന്നത്, അപ്പനേന്ന് വിളിക്കുകയാണ്. താത ഋതം ബ്രവീമി, ഞാൻ സത്യം പറയാണ്. ദേവൻ നിന്നെ ഇന്നതായിട്ട് ജനിപ്പിച്ചിരിക്കുന്നു, ഇന്ന കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. ആ ദേവനോട് അസൂയ പാടില്ല. എന്ന് വെച്ചാൽ എന്താ, ഞാൻ ഇത് മാറ്റി, ഞാൻ അങ്ങനെ ആവും ഇങ്ങനെ ആവും, ഒന്നും വേണ്ട, നീയായിട്ട് ഇരുന്നാൽ മതി. അപ്രമേയം ദേവം മാർഹസ്യ അസൂയത്വം. അപ്പോൾ നമ്മളൊക്കെ തന്നെ, ഞാനും ശിവനും
ഇപ്പോൾ ഇവിടെ ബ്രഹ്മാവാണ് പറയണത്, പക്ഷേ ഭഗവാൻ എന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാ ദേവതകളും ആ മഹാശക്തി നടത്തുന്ന പോലെയാണ് നടക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ മാറ്റിമറിക്കാൻ ഒന്നിനും ശക്തിയില്ല. ന കശ്ചിത് തപസ വിദ്യയാവ യോഗവീര്യേണ മനീഷയാവ നൈവ അർത്ഥധർമ്മൈ പരതസ്വതോ വാ കൃതം വിഹന്തും തനുഭൃത് വിഭൂയാത്. തനുഭൃത്, ശരീരം ധരിച്ചു കൊണ്ടിരിക്കുന്നവനാണ് തനുഭൃത്. ശരീരം ഉള്ളവരെ ലിമിറ്റേഷൻ ഉണ്ട്. ഇതൊക്കെ വലിയ സയൻസാണ്, വലിയ സയൻസാണ്. നമ്മൾക്ക് ഈ പാൽപ്പായസവും പാനകമൊക്കെ മാത്രം മതിയെങ്കിൽ ഇതൊന്നും പുറത്തു വരില്ല. ഇതൊക്കെ ആഴമായിട്ട് അനലൈസ് ചെയ്യണം. ആധ്യാത്മ സാധനയ്ക്ക് വേണ്ടതൊക്കെ ഇതിനകത്തുണ്ട്, ജീവിതത്തിന് വേണ്ടതൊക്കെ ഉണ്ട്. ആളുകൾ വിചാരിക്കുന്നത് ഗീതയൊക്കെ ബുദ്ധിമുട്ട്, ഭാഗവതം വളരെ എളുപ്പം. ഭാഗവതത്തിൻ്റെ വിജയം എന്താണെന്ന് വെച്ചാൽ അത് എളുപ്പമാണെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചു. അവിടെയാണ് വിജയം. യോഗവാസിഷ്ടത്തിനേക്കാളും പ്രൗഢമായ അദ്വൈത ഗ്രന്ഥമാണ് ഭാഗവതം. യോഗവാസിഷ്ടത്തിനേക്കാളും രണ്ടും പറയണതാണ് നമ്മൾ, അതുകൊണ്ട് തന്നെയാണ് പറയണത്. വളരെ ലളിതം പോലെ, ലാഘവം പോലെ തോന്നും, പക്ഷെ അതിനകത്തുള്ളത് വളരെ വളരെ വില പിടിച്ചതാണ്. അപ്പോൾ കോംപ്രമൈസ് ഇല്ലാത്ത അദ്വൈത ഗ്രന്ഥമാണ് ഭാഗവതം. കോംപ്രമൈസേ ഇല്ല. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എല്ലാം കൂടി ചേർന്ന ഗ്രന്ഥമാണ്. ഇവിടെ കർമ്മത്തിൻ്റെ രഹസ്യം പറയാണ്. അവനവൻ്റെ കർമ്മം എന്ത് ചെയ്യാനാണോ ശരീരം എടുത്തു വന്നിരിക്കുന്നത് അതിനെ മാറ്റിമറിക്കാൻ നമ്മളുടെ പണത്തിന് കഴിയില്ല, നമ്മൾ ചെയ്യുന്ന ധർമ്മത്തിന് കഴിയില്ല, യോഗവീര്യം കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ ഒന്നും സാധിക്കില്ല. ഇതാണ് മഹാബലിയും പറയണത്, ശരണാഗതി. അതുകൊണ്ട് ആ മഹാശക്തി നടത്തുന്ന പോലെയാണ് നമ്മൾ നടക്കുന്നത്. ഭഗവാൻ രമണ മഹർഷി കൊടുത്ത ഒരു ദൃഷ്ടാന്തം, ട്രെയിനിൽ പോണ ആൾ തൻ്റെ പെട്ടിയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് എന്തിനായിരിക്കുന്നത്? അയാൾ പറയാത്രേ, ഞാൻ ചുമന്നോളാം, എന്നെ ആരും സഹായിക്കേണ്ട, എൻ്റെ പെട്ടി ഞാൻ ചുമന്നോളാം എന്നാണ്. ഒരു പഴയ ഒരു കഥയുണ്ട്. ഒരാൾ കഴുതപ്പുറത്തിരുന്നിട്ട് വിറക് കെട്ടി തലയിൽ വെച്ചിരിക്കുക. അപ്പം അയാളോട് ചോദിച്ചു, എന്താ ഈ ചെയ്യണ? ഈ കഴുതപ്പുറത്തിരുന്ന് ഈ വിറക് കെട്ടി തലയിൽ വെച്ചുകൊണ്ടിരിക്കണം, കഴുതപ്പുറത്ത് വെച്ചൂടെ? അയാൾ പറഞ്ഞു, പാവം കഴുത, കുറച്ച് കരുണ വേണ്ടേ? ഇയാൾ കയറിയിരിക്കുകയാണ് അതിൻ്റെ മേലെ. അപ്പോൾ ജഗത്ത് മുഴുവൻ ഒരു മഹാശക്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഞാൻ ചെയ്യണു, ഇത് എൻ്റെ, ഇത് നിൻ്റെ എന്നൊക്കെ നമുക്ക് തോന്നുകയാണ്. ഇത് ഈ ക്രിയാകാരക ഫലം. ഇതാണ്, ഞാൻ ക്രിയ ചെയ്യുന്നു, ഞാൻ കാരകം, എന്നിൽ കർത്തൃത്വമുണ്ട്, ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നു എന്നുള്ള ഈ ബന്ധം, ഇത് അജ്ഞാനകൃതമാണ്, അവിദ്യാകൃതമാണ്. ജീവൻ മുക്തനാണെങ്കിലും മറ്റൊരു തലത്തിൽ നിന്ന് നോക്കിയാൽ ജീവൻ മുക്തന് ജ്ഞാനം വരുമ്പോൾ തന്നെ എനിക്ക് ശരീരം ഇല്ല, ദ്രവ്യക്രിയാകാരക വിഭ്രമം പോയി എന്നാണ് പറയുന്നത്. ഭാഗവതത്തിൻ്റെ ഭാഷയാണ്. ദ്രവ്യം എന്താണെന്ന് വെച്ചാൽ ശരീരം, അതുകൊണ്ട് ചെയ്യപ്പെടുന്നതാണ് ക്രിയ. ഞാൻ കർത്ത എന്നുള്ള അഭിമാനമാണ് കാരകം. ഇത് മൂന്നും വിഭ്രമമാണെന്നാണ്. ഇപ്പോൾ സ്വപ്ന ശരീരം എന്തൊക്കെയോ പ്രവർത്തിക്കണോ, എണീറ്റ അതിൽ വല്ല ആ ശരീരമുണ്ടോ, ആ പ്രവൃത്തിയുണ്ടോ, ചെയ്ത ആളുണ്ടോ, ഒന്നുമില്ല. അതുപോലെ ഇതൊരു വിഭ്രമം. ജാഗ്രതത്തിലും ഈ ശരീരവും അതുകൊണ്ട് ചെയ്യപ്പെടുന്ന കർമ്മങ്ങളും അതിൻ്റെ ഫലാനുഭവവും ഈ ഭ്രമം മുഴുവൻ വിട്ടുണർന്നു അത്രേ ജ്ഞാനി. അപ്പോൾ അത് ഉണർന്നാലും പിന്നെയും രണ്ട് വിധത്തിൽ പറയാം. ഒന്ന്, ചുവട്ടിൽ വന്ന് വ്യവഹരിക്കുമ്പോൾ പ്രാരബ്ധത്തിന് സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. രണ്ട്, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ, ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ ശരീരം തനിക്കില്ല എന്നുള്ള ജ്ഞാനം വന്നാലും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ജ്ഞാനിക്ക് ഈ ശരീരവും ഇതൊക്കെ കാണും. അതിനെയാണ് നമ്മൾ പ്രാരബ്ധം എന്ന് പറയണത്. മലയാളത്തിൽ പറഞ്ഞാൽ പ്രാരാബ്ധം അല്ലേ? എവിടുന്ന് കിട്ടിയോ പ്രാരാബ്ധം? ഈ പ്രാരബ്ധം പല ആളുകളും ചോദിക്കും, സ്വാമി പ്രാരബ്ധം മാറ്റാൻ പറ്റുമോ, പ്രാരബ്ധത്തിന് എന്ത് ചെയ്യാൻ പറ്റുമോ ഒക്കെ ചോദിക്കും.
ശരിക്കും നമ്മൾ പ്രാരബ്ധത്തിനെ കുറിച്ച് മിണ്ടാനേ പാടില്ല. കാരണം പ്രാരബ്ധം എന്ന് പറയുന്നത് ജീവൻ മുക്തൻ്റെ വിഷയത്തിലാണ്. സാധാരണ ആളുകൾക്ക് ആഗാമി, സഞ്ചിതം ഒക്കെ ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ പ്രാരബ്ധം മാത്രം എന്ന് പറയുന്നത് ജ്ഞാനിക്ക് മാത്രമാണ്. അതും ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ്. മറ്റുള്ളവരുടെ ദൃഷ്ടിക്ക് ഒരു എക്സ്പ്ലനേഷനാണ് ജ്ഞാനി എന്തുകൊണ്ട് വിഷമിക്കുന്നു, ദുഃഖിക്കുന്നു, അയാൾക്ക് പല പ്രശ്നങ്ങൾ വരണമല്ലോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് പ്രാരബ്ധം. അല്ലാതെ സാധാരണ മനുഷ്യരുടെ കാര്യത്തിലല്ല പ്രാരബ്ധ കഥ. അവിടെ കർമ്മമാണത്. ആഗാമി, സഞ്ചിത എല്ലാം കർമ്മം. അപ്പോൾ മുക്തോപി താവത് ബിഭ്രിയാത് സ്വദേഹം ആരബ്ധമശ്നൻ അഭിമാനശൂന്യ. ജീവൻ മുക്തനും പ്രാരബ്ധത്തിനെ അനുഭവിച്ചുകൊണ്ട് അഭിമാനമില്ലാതെ ഇരിക്കണമെന്നാണ്. പ്രാരബ്ധം അനുഭവിക്കുന്നു, പക്ഷേ അഭിമാനമില്ല. ഞാനാണ് അനുഭവിക്കുന്നത് എന്നുള്ളതില്ലാതെ അഭിമാനശൂന്യ. യഥാനുഭൂതം പ്രതിയാതനിദ്ര. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. സ്വപ്നത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഭവം വന്നാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് വാസ്തവമല്ല. അതുപോലെ തന്നെ. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കരുത്. ജീവൻ മുക്തൻ്റെ ലക്ഷണമേ എന്താണെന്ന് വെച്ചാൽ പ്രാരബ്ധത്തിനെ പേടിയില്ല. അതാണ് ജീവൻ മുക്തി. കർമ്മത്തിനെ ഭയപ്പെടുന്നില്ല. അയ്യോ എനിക്ക് എങ്ങനെ വരുമോ, നാളെ ശനി വരുമോ, ശനി ദശ വന്നു കഴിഞ്ഞാൽ എന്താവുമോ. വിപദഃ സന്തു ന ശശ്വത് എന്ന് പറഞ്ഞില്ലേ ഇല്ലേ. ഭയമില്ല. എന്ത് വേണമെങ്കിൽ വരട്ടെ എന്നാണ്. വരുന്നത് വഴി വെച്ച് കാണാമെന്ന് പറയില്ലേ, അതുപോലെ ഭയമില്ല. ഈ ഭയമാണ് അജ്ഞാനത്തിൻ്റെ ലക്ഷണം. ഈ ഭയത്തിന് പരിഹാരമായിട്ടാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ. ഭയം നീക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തിലെ ആളുകൾ ഇത്രയൊക്കെ ചെയ്യുന്നത്. പക്ഷേ വരേണ്ടത് വരും. ലോകം മുഴുവൻ പിടിച്ചടക്കാൻ പുറപ്പെട്ട ആളുകളൊക്കെ ഭയം കൊണ്ടാണ്, ഭീരുക്കളാണ്. അലക്സാണ്ടറൊക്കെ എല്ലാവരെയും പിടിച്ചടക്കണം എന്ന് വിചാരിച്ചു. എന്തിനാ? അപ്പോഴല്ലേ ഭയപ്പെടാതിരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അന്യം എല്ലാം എൻ്റെ ആയിക്കഴിഞ്ഞാൽ ഇനി എന്തിനാ ഭയപ്പെടണം ഇല്ലേ. എല്ലാവരെയും പിടിച്ചടക്കാൻ പുറപ്പെട്ടു. പ്രകൃതിയുടെ മുമ്പിൽ ഒന്നുമല്ല. ഈശ്വരൻ്റെ മുമ്പിൽ അലക്സാണ്ടർ മരിച്ചത് ഒരു കൊതുക് കടിച്ചിട്ടാണ്. വാസ്തവത്തിൽ ഒരു കൊതുക് കടിച്ച് അതിൽ നിന്ന് വന്ന രോഗത്തിലാണ്. എല്ലാവരെയും കിട്ടുകിട്ടാ വറപ്പിച്ച് തൻ്റെ വാൾ ചോട്ടിൽ നിർത്തിയ അലക്സാണ്ടർ ചക്രവർത്തിയെ കടിച്ച് ഒരു കൊതുകാണ്. വലിയ ഒരുപാട് ആളുകളെ ഈ ചെറിയ വിദ്വാൻ കാച്ചിട്ടുണ്ട്. ശരിക്കും വലിയ സാമ്രാജ്യങ്ങളൊക്കെ തകർന്നു വീണുണ്ടെന്നാണ് പറയണത് ഈ കൊതുക് കാരണം. ഒക്കെ മലേറിയ ഒക്കെ വന്നിട്ടേ പടയാളികളൊക്കെ യുദ്ധം ചെയ്യാൻ പറ്റാതെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഈ കൊതുക് കൊച്ചിയിൽ ഫേമസ് ആണത്. മഹാവീരൻ ഇല്ലേ അലക്സാണ്ടർ, ചെങ്കിസ് ഖാൻ, ഇവരൊക്കെ കൊതുക് കടി കൊണ്ടിട്ടാണ് മരിച്ചതെന്നാണ് പറയണത്. ലോകം മുഴുവൻ പിടിച്ചടക്കിയ ആളുകൾ. അപ്പോൾ ഈ കൊതുകാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സാമർഥ്യം. നമ്മൾക്ക് ഇത്രയൊക്കെ ലോകത്തിനെ കിടുകിടാ വരപ്പിച്ച ഒരു കൊതുക് മതി. നമ്മൾ ആരും അറിയാതെ വന്നിട്ട് കടിച്ചിട്ട് പോവും. കുറച്ച് നേരം കഴിയുമ്പോൾ കിടപ്പായി. അപ്പോൾ ഇവിടുത്തെ കൊതുകുകളൊക്കെ സാത്വികമാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, സാത്വികമായ കൊതുക്കളാണ്. ഞാൻ ഒരു 10-20 വർഷം മുമ്പ് ഇവിടെ ഗോപാലകൃഷ്ണനെ പോയി വിളിച്ചിട്ട് ഇവിടെ വന്ന് താമസിച്ചു. അപ്പോൾ നല്ല ഏകാന്തമായ സ്ഥലം, ചുറ്റും മരങ്ങൾ ചെടികളും ഒക്കെ ആയിട്ട് ഇരിക്കണം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യാവന്ദനത്തിന് ഇത്രയും നല്ല പറ്റിയൊരു സ്ഥലം ഇല്ല എന്ന് വന്നിട്ട് ഇവിടെ പുറകുവശത്തൊരു കുളമുണ്ട് ഇല്ലേ, എപ്പോഴുണ്ടോ അത്, ആ ചെറിയ കുളം. ആ കുളത്തിൻ്റെ ചോട്ടിൽ പോയിട്ട് ഇരുന്നു. ഇത്തിരി കണ്ണൊക്കെ അടച്ചു. എന്നിട്ട് കുറച്ച് നേരം എനിക്കൊരു അസ്വസ്ഥത. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ചുറ്റും ഒരു കമ്പിളി പുതച്ച പോലെ ഒരു കറുപ്പ് കളറ്. പഞ്ചപാത്രമൊക്കെ എടുത്തുകൊണ്ട് ഓടിപ്പോയി. അപ്പോൾ ഭാവനയിൽ നല്ല കാട് കുളമൊക്കെ അവിടെ പോയി ഇരിക്കുമ്പോഴല്ലേ അറിയുള്ളൂ. അപ്പോൾ ഭയം പ്രമത്തസ്യ വനേഷു അപി സ്യാത്.
പേടി കാട്ടിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്ന ആൾക്കും ഭയം വരും. ഒരു കൊതുക് മതി നമ്മളെ ഭയപ്പെടുത്താൻ. പ്രമത്തസ്യ വനേഷ്വപി സ്യാത് യഥസ്. ഈ കൊതുകിനെ പോലെ ഒരു വീരൻ വേറെ ആരും ഇല്ല എന്നുള്ളതിന് മറ്റൊരു ദൃഷ്ടാന്തം. നമ്മൾ മീൻ പിടിച്ചാൽ മീൻ വലയ്ക്കുള്ളിൽ കിടക്കും, മാൻ പിടിച്ചാൽ മാൻ വലയ്ക്കുള്ളിൽ കിടക്കും. കൊതുകിന് വലയിട്ടാൽ കൊതുകാണോ വലയിലിരിക്കണം? ഇല്ല അല്ലേ? നമ്മളാണ് വലയിൽ. കൊതുക് മക്കളെ കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് പിക്നിക്ക് പോലെ ഇതാണ് മനുഷ്യൻ, കണ്ടുവോ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പോവാം. സാമാന്യല്ല. അപ്പോൾ ഭയം പ്രമത്തസ്യ വനേഷു അപി സ്യാത്. പ്രമത്തനായിട്ടുള്ളവൻ, പ്രമാദം എന്ന് വെച്ചാൽ ഇന്ദ്രിയ നിഗ്രഹമില്ലാത്തവൻ, മനോനിഗ്രഹമില്ലാത്തവന് എവിടെ പോയിട്ടും കാര്യമില്ല. ഇതൊരു വലിയ ശാസ്ത്രമാണ്. ഹിമാലയത്തിൽ ഗുഹയിൽ പോയിരിക്കും, തിരുവണ്ണാമലയിൽ ഗുഹയിൽ പോയിരിക്കും, എവിടെ പോയിരുന്നാലും കയ്യിൽ ഈ മൊബൈലും കൊണ്ട് പോയാൽ ലോകം മുഴുവൻ നിങ്ങളുടെ അടുത്തുണ്ട്. എനിക്കറിയാം പല കഥകളും ഇങ്ങനെ. എവിടെ പോയിരുന്നാലും അയാളുടെ മനസ്സിൽ വാസനകളും ദോഷങ്ങളും ഉണ്ടെങ്കിൽ ഏകാന്തതയൊന്നും നമ്മളെ രക്ഷിക്കില്ല. അതുകൊണ്ടാണ് ആദ്യ പടി നമ്മൾ പറയുന്നത് സത്സംഗമാണ് വേണ്ടത്, സത്സംഗമാണ് വേണ്ടത്. കാരണം നമ്മൾക്ക് അപകടം പുറത്തു നിന്നല്ല, നമ്മളിൽ നിന്ന് തന്നെയാണ്. നമ്മളിൽ നിന്ന് തന്നെയാണ് അപകടം, അല്ലാതെ മറ്റുള്ളവരിൽ നിന്നല്ല. അതുകൊണ്ട് ഏകാന്തത ആരംഭത്തിൽ പാടില്ല. നല്ല ചിത്തം ശുദ്ധമാണെങ്കിൽ, തീവ്ര വൈരാഗ്യമുണ്ടെങ്കിൽ ഏകാന്തത നല്ല സുഖം. ഏകാന്തസ്ഥിതി ഇന്ദ്രിയോപരമണേ ഹേതു ദമശ്ചേതസഃ. നല്ല മനസ്സടങ്ങിയിട്ടുള്ള ആൾക്ക് ഏകാന്തസ്ഥിതി, ഇന്ദ്രിയങ്ങളുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ധ്യാനിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏകാന്തതയിലും മനസ്സ് ദോഷം ചെയ്യും, കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഭയം പ്രമത്തസ്യ വനേഷു അപി സ്യാത് യതഃ സ ആസ്തേ സഹ ഷട്സപത്ന. കാമക്രോധലോപമോഹങ്ങളോടുകൂടി ജിതേന്ദ്രിയസ്യ ആത്മരതേർ ബുധസ്യ ഗൃഹാശ്രമഃ കിം നു കരോതി അവദ്യം. ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത ആൾ, ആത്മാവിൽ രതിയോടെ ഇരിക്കുന്നവന് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും എന്തു കുഴപ്പം വരാനാണ് എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഈ ശത്രുക്കളെയൊക്കെ ജയിക്കാൻ, മനസ്സിനെ നിഗ്രഹം ചെയ്യാനായിട്ട് ഉദ്യമിക്കുന്ന വ്യക്തി ആരംഭത്തിൽ വീട്ടിനകത്തിരുന്നു കൊണ്ട് തന്നെ അധ്യാത്മ സാധന ചെയ്യണം. സന്യാസത്തിന് വേണ്ടി ധൃതി കൂട്ടരുത്. പുറത്തേക്ക് തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വശത്തു നിന്നും ആക്രമണം ഉണ്ടാവുന്നതാണ്. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോൾ അതവർക്കൊരു സപ്പോർട്ടാണ്. യഷട്സപത്നാൻ വിജിഗീഷമാണഃ ഗൃഹേഷു നിർവിശ്യ യഥേതപൂർവം. വീട്ടിലിരുന്ന് യത്നം ചെയ്യാം. അത്യേതി ദുർഗാശ്രിത ഊർജിതാരീന് ക്ഷീണേഷു കാമം വിചരേത് വിപശ്യത്. ഉള്ളിലുള്ള ദോഷം, കാമം, ഈ രാഗദ്വേഷങ്ങൾ, വാസന ഉള്ളിൽ നിന്ന് കുറഞ്ഞ് നീക്കമായി കഴിഞ്ഞാൽ സ്വതന്ത്രമായി ഇറങ്ങിപ്പോവാം. ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ട് തീരും. അതിനു മുമ്പ് ധൃതി കൂട്ടരുതെന്നാണ്. ഇതൊക്കെ സാധകന്മാർക്കുള്ള വലിയ വലിയ അനുഗ്രഹമായിട്ടുള്ള വാക്കുകളാണ് പ്രിയവ്രതന് ഭഗവാൻ ഉപദേശിക്കുന്നത്. അതിന് മറ്റൊരു വശം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയവ്രതന് പ്രാരബ്ധം ഉണ്ടെന്നും പറയാം നമുക്ക്. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ വന്ന് പറയണത്. അയാൾക്ക് ആ പ്രാരബ്ധമുള്ളത് കൊണ്ടാണ് ഭഗവാൻ ഇത് പറയണത്. ഗൃഹസ്ഥാശ്രമത്തിൽ നീ ഇരിക്കൂ, മനസ്സിനെയൊക്കെ നിയന്ത്രണം ചെയ്ത് വിമുക്ത സംഘ, ജീവൻ മുക്തനായിരുന്ന് എന്തൊക്കെ ഭോഗങ്ങൾ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്തതുകൊണ്ടൊക്കെ അനുഭവിക്കൂ എന്ന് പറഞ്ഞു. ഈ ഉപദേശം കേൾക്കുന്നില്ലെങ്കിൽ ചിലർ പറഞ്ഞാൽ കേൾക്കില്ല. രണ്ട് വിധത്തിൽ പറഞ്ഞാൽ കേൾക്കില്ല. ചിലർ അവർ കുറച്ച് വിഷമിച്ചാലേ അവർക്കറിയുള്ളൂ. മറ്റൊരു കൂട്ടർ പരിപക്വമതികളാണ്. അവരിതൊന്നും പറഞ്ഞാൽ കേൾക്കില്ല, അവർ പോയി പോകും. അപ്പോൾ അത് എന്തൊക്കെയാണെങ്കിലും പൊതുവേ ഒരു സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും ഞാൻ വൈരാഗ്യമാണ് എല്ലാം വിട്ടിട്ട് പോവാമെന്ന് പറഞ്ഞാൽ മഹാത്മാക്കൾ സമ്മതിക്കില്ല. ഇപ്പോൾ വേണ്ട, ഇരിക്കൂ, നീ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കൂ, ധൃതി കൂട്ടരുത്.
പഴം പഴുത്ത് കഴിഞ്ഞാൽ മരത്തിൻ്റെ അടുത്ത് ചോദിക്കാതെ വീഴും. അതുപോലെയാണ് ഒരു വെള്ളരിപ്പഴം പോലെ. അതും പഴുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയാണെങ്കിലും വിട്ടിട്ട് നിൽക്കും. ആ വള്ളിയിൽ നിന്ന് വീണിട്ടില്ലെങ്കിൽ പോലും വിട്ട് നിന്ന് അവിടെ നിന്ന് തന്നെ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളതൊക്കെ വെളിയിൽ വരും. അതായത് ആ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ബ്രഹ്മചര്യാശ്രമത്തിലിരിക്കുമ്പോൾ തന്നെ ജ്ഞാനിയായി അനുഭവം പുറത്തേക്ക് പ്രകാശിക്കും. അല്ലെങ്കിലോ പഴുത്ത് ചുവട്ടിലേക്ക് വീഴും. നിഗമകൽപ്പതരോഹോ ഗളിതം ഫലം. അത് പഴുത്ത് ചുവട്ടിലും. ഈ രണ്ട് വിധത്തിലുള്ള ആളുകളെയും നമുക്ക് കാണാം. ഈ ആത്മവിദ്യ പ്രകാശിച്ച് പൂർണ്ണമായി സ്വതന്ത്രമാവുന്നതാണ് ലക്ഷ്യം, അല്ലാതെ ബാഹ്യമായിട്ടുള്ളതല്ല. അതുകൊണ്ട് പരിപാകതയോടുകൂടെ ജാഗ്രതയോടുകൂടെ വേണം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. ഇതൊക്കെ പ്രിയവ്രതന് പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രിയവ്രതൻ ഗംഭീരമായി രാജ്യഭരണം ചെയ്തു, സപ്തസമുദ്രങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെയാണ്. ഭൂമിയെ ഉഴുതിട്ട് മറിച്ചു, വലിയ ചക്രവർത്തിയായി. എല്ലാം കഴിഞ്ഞ് അവസാനമാകുമ്പോൾ ആ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതും പ്രിയവ്രതനെ തന്നെ തോന്നി, ഞാനിങ്ങനെ കൂടുതൽ ഇങ്ങനെ ഈ സംസാരത്തിൽ ബന്ധപ്പെട്ടു പോയല്ലോ. സയേവം അപരിമിത ബലപരാക്രമ ഏകദാതു ദേവർഷി ചരണാനുശയന അനുപതിത ഗുണവിസർഗ സംസർഗേണ അനിർവൃതമിവ ആത്മാനം മന്യമാന ആത്മനിർവേദ ഇതമാഹാം. നാരദൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടല്ലോ. നാരദൻ്റെ ഉപദേശം ഉള്ളിലുള്ളത് കൊണ്ട് വാർദ്ധക്യമാവും തോറും തോന്നി, ഭഗവാൻ നാരദൻ എനിക്ക് ഉപദേശിച്ചു, വിരക്തി ഉള്ളിലുണ്ട്. ഇപ്പോൾ വിരക്തനാവുന്നതിന് ഇതാണ് ലോകത്തിൻ്റെ സ്വഭാവം. അതിനകത്തേക്ക് ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പെട്ടുപോകും, ഒട്ടിപ്പിടിച്ചു പോകും. ഇപ്പം ഇത്ര നേരം സ്വാമി പറഞ്ഞു, അതിപ്പോൾ പറഞ്ഞു. പക്ഷേ ഇതും വാസ്തവം. അങ്ങനെ പെടാതെ ഇരുന്നു. ആരാന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഇനി വരാൻ പോണു ഋഷഭദേവൻ അതിനകത്തിരുന്നു. പക്ഷെ അദ്ദേഹവും അതിൻ്റേതായ സമയമായപ്പോൾ നിവൃത്തനായിട്ട് പോയി. അതുപോലെ പ്രിയവ്രതൻ ഇവിടെ നിവൃത്തിക്ക് തയ്യാറായി. ആത്മനിർവേദം വന്നു. അഹോ അസാധു അനുഷ്ഠിതം, ഞാൻ ഇത്രയും നേരം ഇങ്ങനെ വേസ്റ്റാക്കി കളഞ്ഞുവല്ലോ ജീവിതം. എല്ലാ മഹാപുരുഷന്മാരും പറയാം. വലിയ വലിയ യതീശ്വരന്മാർ, മഠാധിപതികളായിട്ടിരുന്നവർ, അവരൊക്കെ പോലും അങ്ങനത്തെ സ്തോത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനിതാ ഒരു യോഗ്യതയില്ലാതെ ജീവിതം ഇങ്ങനെ വ്യർത്ഥമാക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് പോകാനാവുമ്പോൾ ആ പഴയ സ്റ്റേജ് അങ്ങനെ ആവുമല്ലോ. അങ്ങനെ പറഞ്ഞു പ്രിയവ്രതൻ സർവസംഘ പരിത്യാഗിയായി പരമഹംസനായിട്ട് തീർന്നു. ആ പരമ്പരയിൽ നാഭി വന്നു. നാഭിക്ക് ഭഗവതാരാധനയുടെ ഫലമായി ഭഗവാൻ പുത്രനായിട്ട് അവതരിച്ചു. ഋഷഭദേവൻ എന്ന പേരിൽ അവതരിച്ചു. ആ ഋഷഭചരിത്രം പറയും.